നമസ്കാരം. ഭീഷ്മ പിതാമഹന് അന്ന് 90 95 കാണും. പക്ഷെ അദ്ദേഹത്തിന്റെ തന്ത്രങ്ങൾ കൊണ്ടായിരുന്നു കൗരവർ പലരും രക്ഷപ്പെട്ടത്. അദ്ദേഹത്തെ ഒറ്റയ്ക്ക് നേരിട്ടാൽ അർജുനൻ പോലും തളർന്നു പോകും. ഇതാ ഒരു യുദ്ധം നമുക്കും സമാഗതമായിരിക്കുന്നു. തേർക്കുതിരകൾക്ക് ഇനി വിശ്രമമില്ല. അർജുനനും ദുശാസനനും തമ്മിൽ, ശിഖണ്ഡിയും ഭീഷ്മരും തമ്മിൽ, ആലംകുശനും ഘടോത്കചനും തമ്മിൽ, ഭഗദത്തനും ഭീമസേനനും തമ്മിൽ. ഇങ്ങനെ വരാൻ പോകുന്ന രാഷ്ട്രീയ യുദ്ധത്തിൽ ഓരോരുത്തരും അവരവരുടെ ശത്രുക്കളെ തെരഞ്ഞെടുക്കുകയായി. യുദ്ധമുഖത്തേക്ക് CPM-ന്റെ യുവജനത ഇറങ്ങി വരുന്നത് കണ്ടാൽ പുളകം കൊണ്ടുപോകും. CPM നേതാക്കൾക്ക് വിപ്ലവം തൊഴിലും ധർമ്മവുമാണെങ്കിൽ യുവ പോരാളികൾക്ക് വിപ്ലവം എന്നത് അലങ്കാരവും വിനോദവുമാണ്. അവർ രംഗത്തിറക്കാൻ പോകുന്ന പുതുരക്തത്തെ കണ്ടാൽ ആരുമൊന്ന് നോക്കി നിന്നു പോകും. ഒന്നാം പിണറായി വന്നത് മുക്കൂട്ടിന്റെയും കൊട്ടൻ ചുക്കാതിയുടെയും മണമുള്ള മന്ത്രി സജീവന്മാരെ കൂട്ടിക്കൊണ്ടാണ്. വയസ്സന്മാർക്കിടയിൽ ഇരുന്ന് തനിക്കും വയസ്സായി പോകുമെന്ന് കരുതിയ രണ്ടാം പിണറായി വാദം, പിത്തം, കഫം എന്നിത്യാദി ത്രിദോഷങ്ങളുള്ള മുഴുത്തതിനെയെല്ലാം പുറത്താക്കി. ചെറുപ്പക്കാരെ ചുറ്റിലും നിർത്തി. അവരുടെ ഊർജപ്രവാഹങ്ങൾ പിണറായിക്ക് 10 വയസ്സ് വീതം കുറച്ചുകൊണ്ടിരുന്നു. അതിൽ തന്നെ മരുമകന്റെ ചുറുചുറുക്കും കാര്യഗ്രഹണ ശേഷിയും ഭരണ നൈപുണ്യവും എടുത്തു പറയേണ്ടതാണ്. മരുമകനെ ആരോടും ചോദിക്കാതെ മന്ത്രിയാക്കിയ പിണറായി വിജയനെ ആരെങ്കിലും ആ പാർട്ടിയിൽ ചോദ്യം ചെയ്തോ? ബന്ധു നിയമനം അഴിമതിയാണെന്ന് ആരെങ്കിലും പറഞ്ഞോ? കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ പ്രകാരം മരുമകൻ എന്നത് ബന്ധുവിന്റെ പട്ടികയിൽപ്പെടുന്നയാളല്ല. ചെന്നിടം ചെന്ന് ജയിക്കും വീരൻ എന്ന് വിളിക്കാൻ തോന്നും സഖാക്കൾക്ക് മിസ്റ്റർ മരുമകനെ. തുമ്പോലാർച്ചയെ പോലെ ഒരാരോഗ്യമന്ത്രി, കടത്തനാട്ട് മാക്കത്തെ പോലെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി, കടയാടി രാഘവനെ പോലെ അമ്പലവാസവൻ, കൂൾ ബ്ലഡഡ് കുന്നേൽ ഔതക്കുട്ടിയെ പോലെ സജി ചെറിയാൻ, ശരീരശേഷി അല്പം കുറവുണ്ടെങ്കിലും ഫിയർലെസ് സ്ട്രൈക്കൂണിനെ പോലെ ശിവൻകുട്ടി. ഇവർക്കു മധ്യത്തിൽ രാജരാജ ചോളനായി പിണറായി വിജയൻ. അന്തങ്ങൾക്ക് ആനന്ദലബ്ധി ഉണ്ടാക്കുന്ന അസാധാരണമായ ഒരു മന്ത്രിസഭയാണ് ഇത്. എന്നാൽ മൂന്നാം വരവിന് അല്പം കൂടി ചെറുപ്പമാകണമെന്ന് പിണറായി വിജയൻ ആഗ്രഹിക്കുന്നു. അതിനാൽ തന്നെ കൂടുതൽ യൗവനതീഷ്ണമായ ഒരു നിരയാണ് CPM അവതരിപ്പിക്കുന്നത്. എന്തായാലും അതിന്റെ കാർഡുകളൊക്കെ ഇപ്പോൾ കമ്മികൾ പറത്തിവിടുന്നുണ്ട്. ശരിയോ തെറ്റോ? ഇവരുടെ പ്രസംഗം മാത്രം മതി ലോകം കോരിത്തരിക്കാൻ. സാമ്രാജ്യത്വ ശക്തികൾക്ക് ഇനി വരാൻ പോകുന്നവർ പേടി സ്വപ്നമാണ്. നവലോകക്രമത്തിലെ രക്തസാക്ഷികളുടെ ചോരയിൽ നിന്നും ഉയർകൊണ്ട രക്തബീജാസുരന്മാരാണ് അവർ. 100 പേർക്കൊരു പെങ്ങൾ ദുശള എന്ന പോലെ അവതരിപ്പിക്കാൻ പോകുന്ന ഡോക്ടർ ചിന്താ ജെറോമാണ് കൊല്ലത്തെ പ്രകമ്പനം കൊള്ളിക്കാൻ ഇറങ്ങുന്നത്. പ്രസംഗകലയിലെ കിരീടം വയ്ക്കാത്ത റാണി, ചങ്കിലെ ചൈനയെ പൊന്നുപോലെ കാക്കുന്നവൾ, വാഴക്കുലയിൽ ഡോക്ടറേറ്റ് നേടിയ പ്രതിഭാശാലി, വൈലോപ്പിള്ളിയെയും വെള്ളാപ്പള്ളിയെയും കണ്ടാൽ തിരിച്ചറിയില്ല എന്ന് മാത്രം. പൊതിച്ചോറിന്റെ മഹാത്മ്യവും സെൽഫിയുടെ രാഷ്ട്രീയവും പറഞ്ഞ് കേരളീയ മനസ്സുകളെ കോരിത്തരിപ്പിച്ച വിപ്ലവകാരി. ചിന്ത കൊല്ലത്ത് സ്ഥാനാർത്ഥിയായാൽ എതിരാളികളുടെ കഥ കഴിഞ്ഞത് തന്നെ. യുവജന കമ്മീഷന്റെ ചെയർപേഴ്സൺ എന്ന നിലയിലുണ്ടാക്കിയ ഭരണമികവാണ് ചിന്തയ്ക്ക് അന്തർദേശീയ പ്രാധാന്യം നേടിക്കൊടുത്തത്. കേരളത്തിന്റെ യുവത്വത്തെ ലോകത്തിന്റെ നെറുകയിലെത്തിച്ച ഭരണമികവായിരുന്നു അത്. യുവജനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എന്തു ചെയ്തു എന്ന ചോദ്യത്തിന് ഞങ്ങൾ ധാരാളം തൊഴിൽ മേളകൾ നടത്തിയെന്ന ഒറ്റ വാക്കുകൊണ്ട് ചോദ്യകർത്താവിനെ നിഷ്പ്രഭ്യമാക്കി കളഞ്ഞു അന്ന് ചിന്ത. പാവത്തിന് സ്വന്തമായി വീടോ കുടിയോ ഇല്ല. അമ്മയെയും കൂട്ടി വാടകയ്ക്ക് റിസോർട്ടിൽ കഴിയുന്ന പാവം. ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒരു വീട് വെച്ചു കൊടുക്കാൻ പിണറായി പോലും തയ്യാറായിട്ടില്ല. വിപ്ലവത്തെ വളിപ്പൻ കോമഡിയാക്കിയ ചിന്ത ഇപ്പോൾ മികച്ച ഹാസ്യതാരമായിട്ടാണ് അറിയപ്പെടുന്നത്. സ്വരാജിന്റെ അസാന്നിധ്യം ഇനിയും ഉണ്ടായേക്കാം. അതുകൊണ്ട് ചിന്തയെങ്കിലും നിയമസഭയിൽ എത്തേണ്ടതുണ്ട്. പ്രാക്കുളം ചെകുവേരയുടെ അനുഗ്രഹവും പൊന്നുതമ്പുരാന്റെ പ്രീതിയും ഗോവിന്ദന്റെ പ്രഖ്യാപനവും മാത്രം മതി ചിന്തയ്ക്ക് 2006 നിയമസഭയിലെത്താൻ. ചിന്തയുടെ പ്രസംഗങ്ങൾ കേട്ട് സഭാരേഖകൾ വിറയ്ക്കും, നടുത്തളം പുളകം കൊള്ളും, മേശപ്പുറങ്ങൾ പ്രകമ്പനം കൊള്ളും, നാട് വികസിക്കും. പിന്നീട് പട്ടികയിലുള്ളത് M ശിവപ്രസാദാണ്. എസ്എഫ്ഐയുടെ കരുത്തനായ നേതാവ്. ചോരയെന്നൊക്കെ പറഞ്ഞാൽ ഇവനാണ് ശരിക്കും ചോര. എസ്എഫ്ഐയുടെ സംസ്ഥാന നേതാവാണെങ്കിലും അതിന്റെ ഒന്നും അഹങ്കാരമില്ല. ശുപ്രപതാകയേന്തിയ തന്റെ സഖാക്കളുണ്ടല്ലോ എന്ന ഒറ്റ പ്രസംഗം മതി ശിവപ്രസാദിന്റെ ചോര ഗുണം തിരിച്ചറിയാൻ. കേരള യൂണിവേഴ്സിറ്റിയിലേക്ക് ഉടുമ്പ് പോലെ പിടിച്ചു കയറി തന്റെ സഖാക്കളെ നയിച്ചു കൊണ്ടുപോയി വിപ്ലവം ജയിച്ചവൻ. ആ വിപ്ലവം കണ്ട വെനസ്വേല പോലും കൊതിച്ചതായിരുന്നു. ക്യൂബ ചോദിച്ചു ആരാണ് അയാൾ. എന്നാൽ ഒറ്റ രാത്രി കൊണ്ട് പിണറായി വിജയൻ CM ശ്രീ വിജയനായതോടെ പാവത്തെ പുറത്തേക്കൊന്നും കാണാതായി. ഏതു മണ്ഡലത്തിൽ നിന്നാലും ശിവപ്രസാദ് ജയിക്കും. കാരണം എവിടെയാണ് SFI ഇല്ലാത്തത്? ചിന്ത ആരോഗ്യമന്ത്രിയാകുമെങ്കിൽ ശിവപ്രസാദ് വിദ്യാഭ്യാസ മന്ത്രിയാകും. ചാനൽ ചർച്ചകളിലൂടെ ഇന്ത്യൻ യുവത്വത്തിന്റെ ശുക്രനക്ഷത്രമായ മറ്റൊരു സ്ഥാനാർത്ഥി വസീഫാണ്. ചാനൽ അവതാരകന്റെ തന്തയ്ക്ക് വിളിക്കുന്നതാണ് ഹോബി. ഒന്നും പറ്റിയില്ലെങ്കിൽ അവതാരകനോട് നിന്റെ വീട്ടിൽ പോയി പറയടാ എന്ന് പറയും.
ചർച്ചയിൽ മറുപടി പറയാൻ ഇല്ലാതെ വന്നാൽ പുള്ളി എന്തും പറയും, അലമ്പും. സനോജിന് വീര്യം കുറവാണെങ്കിലും കാര്യപ്രാപ്തി ഏതെങ്കിലും മേഖലയിൽ ഉള്ളതായി ഇന്ന് വരെ തെളിയിച്ചിട്ടില്ല. ഗർഭക്കേസുകൾ ഉണ്ടെങ്കിൽ ഡിവൈഎഫ്ഐയുടെ ഈ രണ്ടു നേതാക്കളും ഉണർന്ന് ഉത്സാഹത്തോടെ പ്രവർത്തിക്കും. ഏത് വകുപ്പ് കൊടുത്താലും ഇവർ രണ്ടും ശോഭിക്കും. ആർഷോ എന്ന ചങ്കുറപ്പിന്റെ പര്യായമായ നേതാവും മത്സരിക്കുമത്രേ. സാംസ്കാരിക വകുപ്പ് ധൈര്യമായി ഏൽപ്പിച്ചു കൊടുക്കാം. ആർഷോ നിയമസഭയിൽ എത്തിയില്ലെങ്കിൽ നഷ്ടം ഇന്ത്യൻ ജനാധിപത്യത്തിനാണ്. ഒരു ഗവർണറെ ഇവിടെ നിന്നും തന്തയ്ക്ക് വിളിച്ച് ഓടിച്ച മഹാനാണ്. സ്ത്രീകളെ അത്യധികമായി ബഹുമാനിക്കുന്ന നേരാങ്ങളെയാണ്. ആർഷോയും ചിന്തയും ഒക്കെ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് നോക്കി നിയമസഭയിലെ രണ്ടാനകൾ വാലുമിട്ടാട്ടി കാത്തു നിൽക്കുകയാണ്. ഇവർക്കൊപ്പം കെ അനിൽകുമാർ കൂടി ചേരുന്ന നിയമസഭ ഒന്ന് ആലോചിച്ച് നോക്കൂ. അരുൺകുമാറിന്റെ കാര്യമാണ് കഷ്ടം. എവിടെ ചുവരെഴുതിയാലും പെട്ടെന്ന് തന്നെ മായ്ക്കേണ്ടി വരുന്നു. സഭയിലെ 110 സീറ്റിൽ അവർ അങ്ങനെ നിരന്നിരിക്കും. 30 സീറ്റിന്റെ ഔദാര്യത്തിൽ മൂലയിൽ ചാരി പേരിനൊരു പ്രതിപക്ഷവും. ഇതിനിടയിലേക്ക് മേറൂട്ട് കൂടി വന്നാൽ എങ്ങനെയിരിക്കും? ദമ്പതികൾ ഒന്നിച്ചു വന്നാലോ അതും ചരിത്രമാകും. 110 സീറ്റ് നേടിയ ശേഷം പിണറായി മുഖ്യമന്ത്രി കസേരയിൽ മരുമകനെ പിടിച്ചിരുത്തുമോ ലോകമാത ശൈലജയെ ഇരുത്തുമോ എന്ന കാര്യത്തിലേ ഉള്ളൂ സംശയം. ഒന്നും പറയാനായിട്ടില്ല. കാരണം അതൊക്കെ പാർട്ടി പറയണം. പാർട്ടി പറയണമെങ്കിൽ പിണറായി എന്തെങ്കിലും പറയണം. മുഖ്യൻ 110 സീറ്റിന്റെ മൂന്നാം വരവിനുള്ള ഉറപ്പ് നൽകിയതോടെ മന്ത്രിമാരെല്ലാം ആമോദചിത്തരായി മണ്ഡലങ്ങളിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു. ഏത് കൈത്തോടിന്റെ കുറുകെയും പാലം പണിയുമെന്നതാണ് ഇപ്പോൾ MLA-മാരുടെ എല്ലാം വാഗ്ദാനം. പാലക്കാട്ടെ രാഹുൽ മാങ്കൂട്ടത്തെ പോലെ വിവാഹ വാഗ്ദാനങ്ങളല്ല. കഞ്ഞിപ്പുരം മുതൽ കുഴിക്കക്കൂസ് വരെ അവർ ഉദ്ഘാടനം ചെയ്യും ഒറ്റ മാസം കൊണ്ട്. സർക്കാരിന് കുളവാഴ കോൺക്ലേവ് മാത്രമേ നടത്താനുള്ളൂ. സാംസ്കാരിക രംഗമാണെങ്കിൽ വിളഞ്ഞു പഴുത്ത് എപ്പോൾ വേണമെങ്കിലും ഇറുന്നു വീഴുന്ന പരുവത്തിലായി. പിണറായി വിജയൻ അറിയാം താൻ ചെല്ലും ചെലവും കൊടുത്ത് മന്ത്രിയാക്കിയിരിക്കുന്ന മുഴുവൻ എണ്ണവും ഉണ്ണാക്കന്മാരാണെന്ന്. 110 പോയിട്ട് 40 സീറ്റ് തികയ്ക്കാൻ തന്റെ രാഷ്ട്രീയ അധാർമികതയ്ക്ക് കഴിയില്ലെന്ന് പിണറായിക്കറിയാം. മനുഷ്യന്റെ മനസ്സും പരിസരങ്ങളും ജനജീവിതത്തിന്റെ തുടിപ്പും തിരിച്ചറിയാതെ ഇത്രമാത്രം ജനശത്രുക്കളായി പോയല്ലോ ഈ CPM എന്ന പാർട്ടി.